ശ്രീനാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് പറയുന്ന വിഷയം സെപ്റ്റംബർ മാസം 2024 ഭരണി നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ സെപ്റ്റംബർ മാസത്തിൽ ആദിത്യൻ ചിങ്ങം കന്നി രാശികളിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതായത് പൂരം, ഉത്രം, അത്തം എന്നീ ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്ന കാലം. ചന്ദ്രൻ കറുത്ത പക്ഷത്തിലായിരിക്കും സ്ഥിതി. സെപ്റ്റംബർ 2 കറുത്ത വാവ് അമാവാസിയും 17-18 തീയതികളിൽ വെളുത്ത വാവ് അതായത് പൗർണമിയും സംഭവിക്കുന്ന സമയം. തിരുവോണം വരുന്നത് സെപ്റ്റംബർ 15 ഞായറാഴ്ചയാകുന്നു. ശനി വക്രഗതിയിൽ കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയും വ്യാഴം ഇടവം രാശിയിൽ മകയിരം നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലുമായി വക്രഗതിയിൽ സഞ്ചാരം തുടരുന്ന സമയം. ചൊവ്വ മിഥുനം രാശിയിൽ മകയിരം തിരുവാതിര നക്ഷത്രങ്ങളിലാണ് സെപ്റ്റംബറിൽ സംഭവിക്കുന്നത്. മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ബുധൻ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കും. സെപ്റ്റംബർ 4 അത് ചിങ്ങം രാശിയിൽ പ്രവേശിക്കും. സെപ്റ്റംബർ 23 ഉച്ചരാശിയായ കന്നിയിലേക്കും സംക്രമിക്കപ്പെടുന്നുണ്ട്. സെപ്റ്റംബർ 16 മുതൽ ബുധന് മൗഢ്യാവസ്ഥയിൽ ആയിരിക്കും. ശുക്രൻ മാസാദ്യം നീചരാശിയായ കന്നിയിലായിരിക്കും. സെപ്റ്റംബർ 18 തുലാം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഈ രീതിയിലുള്ള ഗ്രഹസഞ്ചാരം, ഗ്രഹസ്ഥിതി, ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് ഭരണി നക്ഷത്ര ജാതകരുടെ സെപ്റ്റംബർ മാസത്തിലെ ഗുണദോഷ സമ്മിശ്രങ്ങളായിട്ടുള്ളതും മറ്റ് രീതിയിലുമുള്ള ഫലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അനുഭവത്തിൽ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഭരണി നക്ഷത്രത്തിന് നക്ഷത്രാധിപനായ ശുക്രന് ആദ്യ പകുതി വരെ നീചാവസ്ഥ തുടരുന്നത് ചിലപ്പോൾ സമ്മർദ്ദം സൃഷ്ടിക്കാം. ജാതകർക്ക് അവഗണനകൾ ഉണ്ടാകുവാനോ ആത്മവിശ്വാസക്കുറവ് സംഭവിക്കുവാനോ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്നിരുന്നാൽ തന്നെയും ശനി, വ്യാഴം, ചൊവ്വ, ആദിത്യൻ തുടങ്ങിയ ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കാര്യവിഘ്നങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം വന്നു ചേരും, കയ്യിൽ എത്തിപ്പെടും എന്നുള്ളതാണ്. സഹോദരാനുകൂല്യം വന്നു ചേരും, അതുണ്ടായിരിക്കും. അവകാശ തർക്കങ്ങൾ മൂലം നീണ്ടുപോയ ഭൂമി വിൽപ്പന, അതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. സർക്കാർ പരമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. അന്യദേശത്ത് വസിക്കുന്നവർക്ക് ജന്മനാട്ടിലേക്ക് വന്ന് ചേരുവാനും ആഘോഷങ്ങളിൽ പങ്കുചേരാനുമൊക്കെ സാധിക്കുന്നൊരു സമയമാണ്. വൃദ്ധജനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ഉണ്ടാകേണ്ട സമയമാണ്. ഗവേഷകർക്ക് പ്രബന്ധരചന പൂർത്തിയാക്കി സമർപ്പിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണിത്. ഭരണി നക്ഷത്ര ജാതകർക്ക് സെപ്റ്റംബർ 16 മുതൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ച് വരുന്ന സമയം തന്നെയായിരിക്കും. ഈ രീതിയിലാണ് സെപ്റ്റംബറിൽ ഭരണി നക്ഷത്ര ജാതകർക്ക് വരുന്ന അനുഭവങ്ങൾ, ജീവിതത്തിലേക്ക് വരുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.